ഹരേ കൃഷ്ണ, ജയ് ശ്രീ രാധേ രാധേ. അപ്പോൾ ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും ഭഗവത്ഗീത അറിയോ? അങ്ങനെ അറിയാവുന്നവരാണെങ്കിൽ ഞാൻ ഈ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ ആ ശ്ലോകം പറയും. ഭഗവാൻ ഭക്തന്മാർക്ക് വേണ്ടിയിട്ട് തന്നെ ഉണ്ടാക്കിയ ഒരു ശ്ലോകം. എങ്ങനെയായിരിക്കണം തൻ്റെ ഭക്തന്മാർ, എങ്ങനെയായിരിക്കണം, എങ്ങനെയുള്ള ഭക്തന്മാർ തന്നാലാണ് താൻ പൂവ് സ്വീകരിക്കുക അല്ലെങ്കിൽ ഇല സ്വീകരിക്കുക എന്നൊക്കെ പറയുന്ന ഭഗവത്ഗീതയിലെ ശ്ലോകം ഏതാണെന്നറിയോ? നിങ്ങൾ അറിയാവുന്നവരിപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും, അല്ലെ ഓർത്തിട്ടുണ്ടാവും. എന്തായാലും ഞാൻ പറയാം. ഭഗവത്ഗീതയിലെ 9-ാമത്തെ അധ്യായത്തിലെ 26-ാമത്തെ ശ്ലോകത്തിലാണ് ഭഗവാൻ പറയുന്ന ആ ശ്ലോകം ഉള്ളത്. അപ്പോൾ ആ ശ്ലോകത്തിൻ്റെ അർത്ഥമായിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്, നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ വീട്ടിൽ ഒരു ഭഗവത്ഗീത ഉണ്ട്. ഇതാണ് ആ ഭഗവത്ഗീത. ഭഗവത്ഗീത യഥാരൂപം എന്ന് പറഞ്ഞിട്ടുള്ള ഭഗവത്ഗീത. ഇത് പ്രഭുപാദരുടെ ആണ്. യഥാരൂപം പ്രഭുപാദരുടെ ആണ് കേട്ടോ. അപ്പോൾ ഇതെനിക്ക് കിട്ടിയത് ഗുരുവായൂർ അപ് ടു ഡേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ട് ഞങ്ങൾക്ക്. അപ്പോൾ അതിൽ ഉള്ള ഒരു അഡ്മിനാണ് ശരത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ശരത്ത് കെടാനശ്ശേരി എന്നെങ്ങാനാണ് ചേട്ടൻ്റെ പേര്. അപ്പോൾ ആ ഏട്ടൻ വഴി കിട്ടിയതാണ്. ഹരേ കൃഷ്ണ പ്രസ്ഥാനം ഇങ്ങനെ കൊടുക്കുന്നുണ്ടല്ലോ എല്ലാവർക്കും ഭഗവത്ഗീത. ഭഗവത്ഗീത പ്രചരിക്കുകയല്ലേ, ലോകമെമ്പാടും പ്രചരിക്കുകയാണല്ലേ. ഇന്ത്യയിൽ മാത്രമല്ല, നമ്മുടെ ഭാരതത്തിൽ മാത്രമല്ല, എല്ലാ സ്ഥലങ്ങളിലും, എല്ലാ ലോകത്തിലുള്ള ഓരോരോ കോണുകളിലും ഇപ്പോൾ ഭഗവത്ഗീത എന്താണ് പ്രചരിക്കുകയാണ്. അപ്പം അങ്ങനെ ഭഗവത്ഗീത അങ്ങനെ ഗുരുവായൂർ അങ്ങനെ വന്നപ്പോൾ അവരിങ്ങനെ കൊടുക്കുകയാണ്. അപ്പം അങ്ങനെ എനിക്ക് കിട്ടിയതാണ്. അപ്പം ഞാൻ ഓർഡർ ചെയ്തു. പൈസയൊന്നും ഇല്ല കേട്ടോ, ഇപ്പോഴല്ല, കുറച്ച് മുന്നെയാണ്. ഇപ്പം കൊടുക്കുന്നുണ്ടോയെന്ന് അറിയില്ല. എന്തായാലും അങ്ങനെ അവർ ദാനം ചെയ്യായിരുന്നു. ഭഗവത്ഗീത എല്ലാവർക്കും ദാനം ചെയ്യായിരുന്നു, വേണ്ടവർക്കൊക്കെ. അങ്ങനെ എനിക്ക് കിട്ടിയതാണ് ഞാൻ പറഞ്ഞപ്പോൾ. അപ്പോൾ ഇതിലുള്ള മന്ത്രമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം, വായിച്ചു തരാം. പത്രം പുഷ്പം ഫലം തോയം യോ മേ ഭക്തിയാ പ്രയച്ഛതി തദഹം ഭക്ത്യുപഹൃതമശ്നാമി പ്രയതാത്മന. ഇതിൻ്റെ വ്യാഖ്യാർത്ഥവും വളരെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് തന്നെയാണ് നമ്മുടെ ഈ ബുക്കിലുള്ളത്. അപ്പോൾ ഞാനത് ചുരുക്കി പറയുകയാണെങ്കിൽ, സ്നേഹത്തോടും ഭക്തിയോടും കൂടി ഒരാൾ എനിക്ക് അർപ്പിക്കുന്നത് എന്തും, ഇലയോ പൂവോ ഫലമോ ജലമോ ആകട്ടെ, ഞാനത് സ്വീകരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ നിന്ന് തന്നെ നമുക്കറിയാം അല്ലേ, ഭഗവാൻ എന്ന് പറയുന്ന ആ പരമാത്മ സത്യത്തെ നമുക്ക് ഈ ഒരു ശ്ലോകത്തിലൂടെ തന്നെ മനസ്സിലാകും. നമ്മൾ കുറേ സ്വർണവും കുറേ ഡയമണ്ടും അല്ലെങ്കിൽ നല്ല പൈസക്കുള്ള കുറേ സാധനങ്ങൾ ഭഗവാന് മുന്നിൽ സമർപ്പിച്ച് ഉള്ളിൽ ഡിവോഷൻ ഇല്ലാണ്ട്, ഉള്ളിൽ ഭഗവാനോടുള്ള ഭക്തി ഇല്ലാണ്ട് സമർപ്പിച്ചാൽ അത് ഭഗവാൻ സ്വീകരിക്കില്ല. എന്നാൽ എങ്ങനെയുള്ളവൻ സമർപ്പിച്ചാലാണ് സ്വീകരിക്കുക? മനസ്സിൽ ഭഗവാനോടുള്ള ഭക്തി, അത് ഏത് തരത്തിലുള്ള ഭക്തിയോ ആവട്ടെ. ഇപ്പം കംസനൊക്കെ വിദ്വേഷ ഭക്തിയായിരുന്നില്ലേ? എന്നിട്ടെന്താ സംഭവിച്ചത്? കംസന് മുക്തി ഭഗവാൻ തന്നെയല്ലേ നൽകിയത്. അപ്പം അതിൽ പരം ഭഗവാൻ എങ്ങനെയുള്ള ഭക്തിയാണെങ്കിലും ഒന്നുമില്ല, ഭഗവാനോടുള്ള ഭക്തി മതി. ആ നിഷ്കളങ്കമായിട്ടുള്ള അത്രയും ഭഗവത് സ്മരണയോടുകൂടി ജീവിക്കുന്ന ഒരാൾക്ക് കാമക്രോധ മോഹങ്ങളിൽ നിന്നൊക്കെ എല്ലാത്തിൽ നിന്നും എല്ലാത്തിനെയും വെടിഞ്ഞ് ജീവിക്കുന്ന ആളായിരിക്കും അല്ലേ. അതാണ് ഭക്തന്റെ ലക്ഷണം. കാണുന്നവരെല്ലാം ഭഗവാനായിട്ട് കാണും, എന്നുവെച്ചാൽ ഭഗവാന്റെ സന്താനങ്ങളായിട്ട് കാണും. എല്ലാവരിലും ഭഗവാനെ കാണാൻ പഠിച്ചാൽ അതിലുള്ള ഗുണം, നമുക്ക് ആരോടും ഒരു ദേഷ്യമില്ല, കാമക്രോധ മോഹങ്ങളൊന്നും ഉണ്ടാവില്ല അല്ലേ. അങ്ങനെയുള്ള ഒരു സംഭവങ്ങളും ഉണ്ടാവില്ല. അങ്ങനെയുള്ള ഒരാളെയാണ് ഭക്തൻ എന്ന് പറയുന്നത്, യഥാർത്ഥ ഭക്തൻ എന്ന് പറയുന്നത്. ആ നിലക്കൊക്കെ നമ്മൾ എത്തണമെങ്കിൽ അത് എത്ര കാലങ്ങൾ കഴിഞ്ഞാലാണ് ഞാനൊക്കെ എത്തുകയെന്നറിയില്ല. നമ്മുടെ ഇതിൽ മഹാഭാരതത്തിൽ തന്നെ പറയുന്നുണ്ട്, വിതുരര് കാണുന്നവരെല്ലാം വിതുരർക്ക് ഭഗവാനായിട്ടാണ് തോന്നിയത്. എല്ലാവരെയും കാണുന്നവരെല്ലാവരെയും വിതുരർക്ക് ഭഗവാനായിട്ടാണ് തോന്നിയത്. അതുകൊണ്ട് ആരോടും ദേഷ്യം തോന്നിയില്ല, ആരോടും സന്തോഷവും തോന്നിയില്ല, ആരോടും ദേഷ്യവും തോന്നിയില്ല, ആരോടും അധിക സ്നേഹവും തോന്നിയില്ല, ഒന്നും തോന്നിയില്ല. എല്ലാം സമമായിട്ട് കാണാൻ തുടങ്ങി. കാരണം എല്ലാവരിലും ഭഗവാനെ കാണുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇതിൻ്റെ അർത്ഥമാണ്. അപ്പോൾ നമ്മൾ മനസ്സിൽ നിഷ്കളങ്കമായിട്ടുള്ള ഭഗവത് പ്രേമം കൊണ്ട് നടക്കുന്ന ഒരാൾ ഒരു പത്രം പുഷ്പം ഫലം തോയം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പത്രമായിക്കോട്ടെ, പത്രം എന്ന് പറഞ്ഞാൽ ഇല,
ഇലയായിക്കോട്ടെ, പൂവായിക്കോട്ടെ, ജലമായിക്കോട്ടെ, എന്ത് സമർപ്പിച്ചാലും ഉള്ളിൽ പരിശുദ്ധമായിട്ടുള്ള മനസ്സിൽ ഭക്തിയാണ് ഉള്ളതെങ്കിൽ അത് ഭഗവാൻ സ്വീകരിക്കും. അതിപ്പോൾ എന്തായിക്കോട്ടെ, എന്തുമാവാം. പക്ഷേ ഭഗവാനോട് എന്ത് വേണം? ഭക്തി വേണം. ഭക്തിയോടുകൂടെ ഭഗവാന് എന്ത് സമർപ്പിച്ചാലും അത് ഭഗവാൻ സ്വീകരിക്കും. അത് ഉറപ്പാണ് അല്ലേ? അത് നമുക്ക് ഭഗവത്ഗീത പഠിപ്പിച്ചു തരുന്നൊരു വലിയ ശ്ലോകമാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അല്ലാണ്ട് നമ്മളിത് ഒരുപാട് പൈസ വിലയുള്ള സംഭവങ്ങളൊന്നും സമർപ്പിച്ചിട്ട് കാര്യമില്ല എന്നല്ല. സമർപ്പിക്കുന്നവർക്ക് സമർപ്പിക്കാം. പക്ഷെ അത് ഭഗവാനോടുള്ള മനസ്സിൽ ആ നിഷ്കളങ്കമായ പ്രേമഭക്തി ഉണ്ടാവണം. അത് എത്ര വലിയ സാധനം സമർപ്പിച്ചാലും എത്ര ചെറിയ സാധനം സമർപ്പിച്ചാലും അത് തന്നെയാണ്. മനസ്സിൽ ആ ഭക്തി ഇല്ലേ, പ്രേമഭക്തി ഇല്ലയോ, പിന്നെ അത് സ്വീകരിക്കുകയില്ല. ഭഗവാന് പണക്കാരനോ പാവപ്പെട്ടവനോ ഒന്നുമില്ല. എല്ലാം ഭഗവാനാണ്. കാണുന്നതും കേൾക്കുന്നതും എല്ലാം ഭഗവാനാണ്. പാവപ്പെട്ടവനും ഭഗവാൻ തന്നെയാണ്, പണക്കാരനും ഭഗവാൻ തന്നെയാണ് അല്ലേ? എല്ലാം ഭഗവാനാണ്. അപ്പോൾ ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അതാണ്. ഇതിന് ഭാവാർത്ഥമൊക്കെ ഉണ്ട്. ഭാവാർത്ഥമൊക്കെ വലുതായിട്ടാണ് ഇതിൽ പറയുന്നത്. ഭാവാർത്ഥമൊക്കെ വലിയ രീതിയിലാണ് പറയുന്നത്. എങ്കിലും ഞാനത് ചുരുക്കി പറയും. ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ എന്താ, ഇപ്പോൾ നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും എന്ത് പറയുക, സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു എന്ന് പറയുക. എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക? അറ്റ്ലീസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു ഭക്ഷണം ഉണ്ടാക്കുകയാണെങ്കിലും അതൊരാൾക്ക് വിളമ്പി കൊടുക്കുകയാണെങ്കിലും അത് കഴിക്കുകയാണെങ്കിലും സർവം ശ്രീ കൃഷ്ണാർപ്പണമസ്തു അല്ലെ സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു പറഞ്ഞിട്ട് ആദ്യം ഭഗവാനെ സേവിക്കുക ചെയ്യുന്ന നമ്മൾ അതിലൂടെ. അപ്പോൾ ഭഗവാനെ സേവിച്ച ഭക്ഷണം കഴിക്കുന്നതല്ലേ നല്ലത്? ഒന്നും പറയാണ്ട് ഭക്ഷണം എടുത്ത് കഴിക്കുന്നതിനേക്കാളും ഭഗവാനെ സ്നേഹിക്കുന്നവർക്ക് എന്തായിരിക്കും ഇഷ്ടം ഉണ്ടാവുക? ഭഗവാനെ സേവിച്ചിട്ട് കഴിക്കുന്നതല്ലേ. അപ്പോൾ പിന്നെ ആ ഒരു വാക്ക് പറയുന്നതിനാണോ പ്രശ്നം? ഭക്ഷണം കഴിക്കുമ്പോൾ എന്ത് പറയുക? സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു എന്ന് ഭക്ഷണം കഴിക്കുക. ഉണ്ടാക്കുമ്പോൾ അത് പറയുക, ഒരാൾക്ക് വിളമ്പി കൊടുക്കുമ്പോൾ അത് പറയുക, എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യുക. എന്താ അതിനെക്കൊണ്ട് ഒന്നും നമുക്ക് കിട്ടാനും പോകുന്നില്ല. കിട്ടാൻ പോകില്ല എന്നല്ല, കിട്ടും. നമ്മളിപ്പോൾ ഒരു ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ഭഗവാന് സമർപ്പിച്ചത് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, ആ ഭക്ഷണത്തിന് രുചി കൂടും. പക്ഷെ അത് വെറുതെ സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു എന്ന് പറഞ്ഞിട്ടല്ല. അത് മനസ്സിൽ നമ്മൾ ഭഗവാനെ സ്മരിക്കണം. സ്മരിച്ചുകൊണ്ടത് ചെയ്തു നോക്ക്. ആ ഭക്ഷണത്തിന് ഇത്തിരി കൂടെ സ്വാദ് കൂടും. ഭഗവാന്റെ സ്വാദ് കൂടും. ഭഗവാന്റെ മന്ത്രത്തിൻ്റെ സ്വാദ് കൂടും. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒന്ന് ചെയ്തു നോക്കൂ. എല്ലാ കാര്യങ്ങളും ഒന്ന് ചെയ്തു നോക്കൂ. എല്ലാം അപ്പോൾ ഒന്നും നമുക്കതുകൊണ്ട് പോകുന്നില്ല. എന്നതിപ്പോൾ വായിന്ന് വീണു പോയ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ അങ്ങനെയല്ല നല്ലത്. എന്തായാലും കഴിക്കുന്നുണ്ട്. അത് ഭഗവാനെ സേവിച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ ഭഗവാൻ കഴിച്ചതല്ലേ നമ്മൾ കഴിക്കുന്നത്. അപ്പം അങ്ങനെ ചെയ്തു നോക്കൂ കേട്ടോ. അപ്പോൾ ഇതിലുള്ളത് വേറെ കുറേ അർത്ഥങ്ങളുണ്ട്. ഇതിൽ ഞാൻ ഇപ്പോൾ പറഞ്ഞ സംഭവം ഉണ്ട് കേട്ടോ. എല്ലാം ഭഗവാനിൽ സമർപ്പിതമായിട്ട് ചെയ്യാൻ ശീലിക്കുക. അപ്പോൾ ഈ കൊച്ചു ശ്ലോകത്തിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് വലിയത്, ജീവിതത്തിലെ ഭഗവാനെ സ്നേഹിക്കുന്നവർക്ക് ഏറ്റവും വലിയൊരു കാര്യമാണ് അല്ലേ? അപ്പോൾ ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഭഗവാൻ എന്ത് ചെയ്യുക? എന്ത് ഭഗവാനെ സമർപ്പിച്ചാലും ഭഗവാനോടുള്ള ആ ഒരു പ്രേമ ഭക്തിഭാവം ഉണ്ടാവണം കേട്ടോ. അങ്ങനെയാകുമ്പോൾ അത് ഭഗവാൻ തീർച്ചയായിട്ടും സ്വീകരിക്കും. ഉറപ്പായിട്ട് സ്വീകരിക്കും. നിഷ്കളങ്കമായിട്ട് ഭഗവാന്റെ ഭക്തി അത് മനസ്സിൽ വരിക എന്ന് പറഞ്ഞാൽ അതൊരു നിസ്സാരമായിട്ടുള്ള കാര്യമല്ല അല്ലേ? അത് അനുഭവിച്ചറിഞ്ഞേ പറ്റൂ. അല്ലാത്തവർക്ക് അത് അറിയാൻ പറ്റില്ല. അത് ഉറപ്പാണ്. അത് അനുഭവിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു സുഖം, അത് മുൻജന്മ സുകൃത എന്ന് പറയും. ചിലരുണ്ടാവില്ലേ ഭഗവാന്റെ കഥകളൊക്കെ കേൾക്കുമ്പോൾ കരയുക. അതൊന്നും അവരറിയാണ്ട് ഭഗവാന്റെ കഥകൾ കേൾക്കുമ്പോൾ കരയുന്നതാ. ഭഗവാനോടുള്ള ഭക്തിഭാവമാണത്. അതൊക്കെ കിട്ടുകയെന്ന് പറഞ്ഞാൽ മുൻജന്മ സുകൃതാണ്. ഇതിപ്പം നമുക്ക് ഈ ഭാഗവതം വായിക്കാൻ കഴിയുന്നതും ഭഗവത്ഗീത വായിക്കാൻ കഴിയുന്നതും അതിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നതും ഇതിങ്ങനെ പ്രചരിപ്പിക്കാൻ കഴിയുന്നതും ഒക്കെ മുൻജന്മ സുകൃത. അല്ലാണ്ട് ഇതിനൊന്നും വേറെ ഒരു വ്യാഖ്യാർത്ഥവും ഇല്ല. നമുക്ക് ഇത്രയൊക്കെ ഉണ്ട്, ഇന്നതൊന്നും ഇല്ലാത്തവരും ഉണ്ട്. അപ്പം നമ്മുടെ ഭക്തി എന്താ ചെയ്യേണ്ടതറിയോ? നമ്മളെ ഭക്തി എപ്പോഴും ഇങ്ങനെ ഭഗവാനുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ ശ്രമിക്കുക. അപ്പം നമുക്ക്
ഭക്തിയെ മുന്നോട്ട് കൊണ്ടുപോവുക. അപ്പം നമുക്ക് എന്താ സംഭവിക്കുന്നതെന്ന് അറിയോ? നമുക്കൊരു ചോദ്യം വരില്ല. ഈ ഭഗവത്ഗീതയൊക്കെ പഠിക്കുമ്പോൾ ഉണ്ടല്ലോ, ഭഗവത്ഗീതയൊക്കെ മുഴുവൻ പഠിച്ച ഒരാൾക്ക് ലോക സത്യം അറിയാൻ പറ്റുമെന്നാണ് പറയുക. കാരണം പിന്നീട് അയാൾക്കൊരു ചോദ്യം വരില്ല. എല്ലാത്തിൻ്റെയും ഉത്തരം എന്തിലുണ്ട്? ഭഗവത്ഗീതയിലുണ്ട്. അതുകൊണ്ട് തന്നെ പിന്നെ ഒരു ചോദ്യം അയാൾക്ക് ഉന്നയിക്കേണ്ടി വരില്ല. എല്ലാത്തിൻ്റെയും ഉത്തരം അയാൾക്ക് അറിയായിരിക്കും. അങ്ങനെ ഈ ലോക സത്യം നമുക്ക് തിരിച്ചറിയാൻ കഴിയും. ഇനി ഭാവിയിൽ എന്ത് സംഭവിക്കാൻ പോകുന്നു എന്ന് വരെയുള്ളത് ഈ ഭഗവത്ഗീതയിലുണ്ട്. അപ്പോൾ നമ്മൾ ഭഗവത്ഗീത വീട്ടിലില്ലാത്തവർ ഭഗവത്ഗീത വാങ്ങുക, നോക്കുക, പഠിക്കുക. ഇപ്പോൾ ഭഗവത്ഗീത ക്ലാസ് പഠിപ്പിക്കുന്ന ഒരുപാട് സ്കൂളുകളുണ്ടല്ലേ. നമ്മുടെ കേരളത്തിലൊന്നും ഇല്ലാന്നേ ഉള്ളൂ. നോർത്തിലുള്ള ഏതൊക്കെയോ സംസ്ഥാനങ്ങളിൽ ഭഗവത്ഗീതയും ഒരു സബ്ജക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ഭാരതത്തിൽ മാത്രമല്ല, പുറം രാജ്യങ്ങളിലും. അപ്പോൾ ഇങ്ങനെ ഭഗവത്ഗീത പ്രചരിക്കട്ടെ, അതൊരു നല്ല കാര്യമല്ലേ. അപ്പോൾ എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ നിങ്ങൾ ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കുക, അതേ രീതിയിൽ ഭഗവാനെ ഭജിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഹരേ കൃഷ്ണ, ജയ് ശ്രീ രാധേ രാധേ.